ബംഗ്ലാദേശിലെ ഇസ്കോൺ സന്യാസിമാർക്കെതിരായ അറസ്റ്റിൽ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. സന്യാസിമാർക്കെതിരായ നടപടിയിൽ ഡൽഹിയിൽ പ്രതിഷേധവുമായി ഇസ്കോൺ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ പ്രതിഷേധമാണ് ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലാകെ പ്രാർത്ഥനാ പ്രതിഷേധങ്ങൾക്കാണ് സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി വിശദമായ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അവർ ശക്തമായ ഇടപെടൽ നടത്തുമെന്നാണ് കരുതുന്നതെന്നും ഇസ്കോൺ ഡൽഹി ഭാരവാഹികൾ പ്രതികരിച്ചു. ഇസ്കോണിന്റെ 700-ലധികം കേന്ദ്രങ്ങളിൽ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നുണ്ട് അവർ. മതപരമായ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥനയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ ചൊല്ലിയുള്ള പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ ബംഗ്ലാദേശിൽ വീണ്ടും ഒരു സന്യാസി കൂടി അറസ്റ്റിലായി. ശ്യാംദാസ് പ്രഭു എന്ന സന്യാസിയെ ചിറ്റഗോങ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇസ്കോൺ കൊൽക്കത്ത ഉപാധ്യക്ഷനാണ് ഇക്കാര്യം അറിയിച്ചത്. വാറന്റ് പോലുമില്ലാതെയാണ് ശ്യാം ദാസ് പ്രഭുവിന്റെ അറസ്റ്റെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു പുരോഹിതനെ കൂടി അറസ്റ്റ് ചെയ്ത വിവരം ഇസ്കോണിന്റെ ഉപാധ്യക്ഷൻ എക്സിലൂടെ വെള്ളിയാഴ്ച പുറത്തുവിട്ടിരുന്നു. ശ്യാംദാസ് പ്രഭുവിന്റെ ചിത്രം ഉൾപ്പെടെയാണ് പോസ്റ്റ്. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാണ് ഇസ്കോൺ മുന്നംഗം കൂടിയായ ഹിന്ദു പുരോഹിതൻ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത്. പിന്നാലെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം അരങ്ങേറുകയും തുടർന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ച് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അറസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ ബംഗ്ലാദേശിൽ കൂടുതൽ ക്ഷേത്രങ്ങൾക്കു നേരെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ചട്ഗാവിലാണ് ക്ഷേത്രങ്ങൾക്കു നേരെ ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇസ്കോണിൽ അംഗമായിരുന്ന ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലെ ബന്ധം വഷളായിരിക്കുമ്പോഴാണ് കൂടുതൽ ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശാന്തനേശ്വരി, കാളി, ശനി ക്ഷേത്രങ്ങൾക്കു നേരെയാണ് ചട്ഗാവിൽ ആക്രമണം നടന്നത്. വലിയ ജനക്കൂട്ടമെത്തിയാണ് അക്രമം നടത്തിയതെന്നാണ് വിവരം. ശനി ക്ഷേത്രത്തിന് കേടുപാട് പറ്റിയെന്നും മറ്റ് ക്ഷേത്രങ്ങളുടെ ഗേറ്റുകൾ തകർന്നുവെന്നും പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നവർക്കും വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം അക്രമം നടത്താൻ എത്തിയവർക്കും ഇടയിൽ കല്ലേറുണ്ടായതായും പോലീസ് അറിയിച്ചു. മേഖലയിൽ തൽക്കാലം സ്ഥിതി ശാന്തമാണ്. ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് സാധ്യതയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൊൽക്കത്തയിൽ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷന് നേരെ നടന്ന അക്രമം ചൂണ്ടിക്കാണിച്ചാണ് ബംഗ്ലാദേശ് തിരിച്ചടിച്ചത്. ബാരിക്കേഡുകൾ തകർത്ത പ്രതിഷേധക്കാർ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷന് മുന്നിൽ ബംഗ്ലാദേശ് പതാക കത്തിച്ചെന്നും ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനുസിന്റെ കോലം കത്തിച്ചെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തർക്കം തുടരുമ്പോൾ ഉന്നതതലത്തിലെ ചർച്ചയിലൂടെ പ്രശ്നം തീർക്കണം എന്നാണ് വിദേശകാര്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്.